ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നീട് നിങ്ങൾ എന്നോട് താങ്ക് യു പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണെന്ന്. ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുത്താലോ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. മസാല പൗഡേഴ്സിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും പിന്നെ ഒരു 7 ഗാർലിക് വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, ഹാഫായി കട്ട് ചെയ്തത്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ യോഗോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, വളരെ കുറച്ച് മതിയെ. അടച്ചു വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യുക കേട്ടോ. നല്ല ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ, പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഇനി ഫ്രഞ്ച് ഫ്രൈസിനെ ഡീപ് ഫ്രൈ ചെയ്യണം കേട്ടോ. ഞാൻ പുറത്തുനിന്ന് മേടിച്ച പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഈ ഒരു ബൗളിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ്. അതിനുശേഷം ഇതാ നമ്മൾ ചിക്കനിലോട്ട് അതിന് ഇട്ട് കൊടുക്കുന്നു. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആ ഒരു ചിക്കൻ്റെ ജ്യൂസും കറിയും ഒക്കെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിലോട്ട് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി. ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഇത് പോവും. ഈവൻ സ്നാക്കായിട്ട് വരെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ബോൺലെസ് ചിക്കൻ പീസസ് എടുത്താൽ നിങ്ങൾക്ക് സ്നാക്കായിട്ടും ഇത് കഴിക്കാൻ പറ്റാവുന്നതാണ്. എങ്ങനെയായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബാച്ചിലേഴ്സിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ റെസിപ്പി. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ആയിരിക്കും. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ, പ്ലീസ്. ബൈ.